മണ്ണാർക്കാട് കരിമ്പയിൽ 3 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. കരിമ്പ 3 ഏക്കർ തുടിക്കോട് ആദിവാസി ഉന്നതിയിലെ തമ്പി മാധവി ദമ്പതികളുടെ മകൾ 8 വയസ്സുള്ള രാധിക, പ്രകാശൻ അനിത ദമ്പതികളുടെ മക്കളായ 5 വയസ്സുള്ള പ്രദീപ്, 3 വയസ്സുള്ള പ്രജീഷ് എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിയോടെ കുട്ടികളെ കാണാതായിരുന്നു. തുടർന്ന് വീട്ടുകാർ നടത്തിയ തെരച്ചിലിൽ 5 മണിയോടെ ഉന്നതിക്ക് സമീപത്തുള്ള ചിറയിലെ വെള്ളക്കെട്ടിന് സമീപം കുട്ടികളുടെ ചെരുപ്പുകൾ കണ്ടെത്തുകയായിരുന്നു. വെള്ളത്തിൽ നടത്തിയ തെരച്ചിലിലാണ് 3 കണ്ടെത്തിയത്. പ്രകാശിന്റെ സഹോദരി ഭർത്താവ് കൃഷ്ണനാണ് കുട്ടികളെ മുങ്ങിയെടുത്തത്. ഉടൻ തന്നെ ഇവരിൽ രാധികയെ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും മറ്റു 2 പേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാധിക മരുതുംകാട് ഗവൺമെന്റ് LP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയും പ്രദീപ് 1ാം ക്ലാസ് വിദ്യാർത്ഥിയുമായിരുന്നു. സംഭവമറിഞ്ഞ് കെ ശാന്തകുമാരി MLA ആശുപത്രിയിലെത്തി. കരിമ്പ പഞ്ചായത്തിലെ തുടിക്കോട് പറഞ്ഞ പ്രദേശമാണ്. കുറേ അങ്ങ് ട്രൈബൽ സെറ്റിൽമെൻറ്റിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവരവിടെ കളിക്കുന്നിടത്ത് കുറച്ച് ചോല പോലത്തെ ഉണ്ടായതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ ആക്ച്വലി ഇവിടെ പാലക്കാടുള്ളതുകൊണ്ട് നേരെ ജില്ലാശുപത്രിയിൽ ഞാൻ വന്ന ശേഷം കുട്ടികളുടെ ബോഡി വന്നു. 2 ആൾ ഇവിടെയുണ്ട്, ഒരാൾ തച്ചമ്പാറ ഇസാഫിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത് അവർ കുളിക്കാനായി ഇറങ്ങിയെന്നുള്ള നിലയിലാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അത് മൂടിക്കിടക്കുകയായിരുന്നു, കുറച്ച് ചപ്പും ചവറൊക്കെ ആയിട്ട്. അതിൻ്റെ ഓണർ ഇപ്പോൾ എന്തോ എല്ലാം ക്ലിയർ ചെയ്തപ്പോൾ കാഴ്ചയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത്. വളരെ ദാരുണമായിട്ടൊരു സംഭവമാണ്, നമുക്ക് നികത്താനാവില്ല. പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരുമ്പോഴേ തന്നെ പോയി. ഡോക്ടർ പറഞ്ഞത് ഒരു 4 hours മുമ്പേ സംഭവിച്ചിരുന്നു. അല്ലാതെ കല്ലളിക്കോട് ഇവിടെ എത്തുന്ന സമയം പറഞ്ഞാൽ മാക്സിമം പോയ 1 മണിക്കൂറാണ്. ആംബുലൻസ് ആയതുകൊണ്ട് ഏതാണ്ട് 3/4 മണിക്കൂറിൽ എത്താം. അന്നേരം സംഭവിച്ചതല്ല, കുറച്ച് മുമ്പ് സംഭവിച്ചത്, കണ്ടെത്തിയത് അപ്പോഴാണ് എന്ന നിലയിലാണ് പറയുന്നത്. സഹോദരങ്ങളാണ് പ്രതീഷും മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.